സാധനങ്ങൾ വാങ്ങുമ്പോഴും മറ്റും നമ്മുടെ പണം ആർക്കാണ് പോകുന്നത്, അതെന്തിനാണ് വിനിയോഗിക്കുന്നത് എന്നെല്ലാം ശ്രദ്ധിക്കണം. ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിലാണ്, അതും ഡബിൾ ഇൻവേർട്ടഡ് കോമയാണ്. സത്സംഗം മാസിക, ഡിസംബർ 2025. കോഴിക്കോട് നഗരത്തിലെ ഒരു ക്ഷേത്രത്തിൽ അടുത്ത കാലത്ത് നടന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിൽ സമർപ്പണത്തിനായി വെച്ച സാധനങ്ങളുടെ കൂടെ സ്വർണ്ണം എള്ളെണ്ണയും ഉണ്ടായിരുന്നു. UAPA പ്രകാരം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് പ്രസ്തുത എണ്ണ നിർമ്മിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചരണം ഉണ്ടായിട്ടും ആരും ശ്രദ്ധിക്കുന്നില്ല. പ്രഭാഷണ വേദികളിലും മറ്റും ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താമോ? സ്വാമിജിയുടെ മറുപടി: യൂട്യൂബിലും കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ സാമൂഹികങ്ങളായ വിഷയങ്ങൾ, ശ്രദ്ധേയങ്ങളായ വിഷയങ്ങൾ സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അത് സമാജത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ കെട്ടുറപ്പിന്, ഭദ്രതയ്ക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളെയും നമ്മൾ പരമാവധി പ്രചരിപ്പിക്കണം. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ നമുക്കറിയില്ല എന്നുള്ളതാണ് വസ്തുത. ഈ പറയപ്പെട്ട എണ്ണയുടെ യഥാർത്ഥ ഉടമസ്ഥരാരാണ് നമുക്കറിയില്ല. അറിയാത്ത വിഷയമാണ്. എന്നെ സംബന്ധിച്ച് അറിയില്ല. ഞാനിപ്പോഴാണ് ഇത് വായിക്കണത്, ഇപ്പോഴാണ് അറിയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഒട്ടനവധി സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത ആർക്കാണെന്നോ അല്ലെങ്കിൽ അവരുടെ പ്രയോജനം ഭുജിക്കുന്നത് ആരാണെന്നോ ഒന്നും നമുക്കറിയില്ല. അതൊരു സത്യമാണ്. രാഷ്ട്രത്തിലെ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നതാണോ എങ്കിലത് പ്രവർത്തിക്കാനുള്ള എല്ലാ സംവിധാനവും രാഷ്ട്രത്തിലുണ്ടായിരിക്കണം. നമ്മുടെ രാഷ്ട്രത്തിലെ ഏതെങ്കിലും നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണോ എങ്കിൽ അവ അധികാരികൾ ഇല്ലാതാക്കണം. ഇത് മുഖ്യമാണ്. അത്രേ നമുക്ക് പറയാൻ ഒക്കൂ. ബാക്കിയുള്ളത് ഓരോ ഉത്പന്നത്തിൻ്റെയും മറ്റും സൂക്ഷ്മ വിഷയങ്ങളെ മനസ്സിലാക്കി പറയേണ്ടുന്നതാണ്.